ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, യാതനയിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ വേദന അറിയില്ല. നമുക്ക് ചില വ്യക്തികളെ കാണാൻ സാധിക്കും, ഒരുപാട് വേദനയുണ്ടെങ്കിലും അതേക്കുറിച്ച് അവരൊരുപാട് സംസാരിക്കുന്നില്ല. വേദന അറിയാത്തവരെ പോലെ അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നത് ഞാൻ കേട്ടതാണ്. എനിക്ക് അവരുടെ ഫോട്ടോയും ഒരാൾ വാട്സപ്പ് വഴി അയച്ചു തന്നു. ക്യാൻസർ രോഗിയായ ഒരു സിസ്റ്റർ മരണവക്കിലെത്തി നിൽക്കുന്നു. പക്ഷെ അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ ഒരു ചൈതന്യം, അവരവിടെ കിടന്ന് പൊളയുന്നതോ ഞരങ്ങുന്നതോ ആയിട്ടൊന്നും കാണുന്നില്ല. വളരെ പ്രസാദത്തോടെ കിടക്കുന്ന, ചൈതന്യത്തോടെ കിടക്കുന്ന ആ ഒരവസ്ഥ അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ക്യാൻസർ 4th സ്റ്റേജും കഴിഞ്ഞ് മരണവക്കിലെത്തിയ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായൊരു കാര്യം, അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോയും കൂടെ വിട്ടു. ആ ഫോട്ടോയിലേക്ക് നോക്കിയാൽ ജീവിച്ചിരുന്നപ്പോഴത്തെ ആ ചൈതന്യത്തെക്കാൾ വലിയ ചൈതന്യം. എനിക്ക് അവർക്ക് ദൈവം കൊടുത്ത വലിയൊരു ആനുകൂല്യം, പ്രിവിലേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്ന് ഇത്രയും വലിയ വേദനയൊന്നും ഇല്ലെങ്കിലും, യാതനയൊന്നും ഇല്ലെങ്കിലും മുഖം മ്ലാനമായി വിഷാദത്തോടെ ജീവിക്കുന്ന പലരെയും നമ്മൾ കണ്ടെത്തിയെന്ന് വരും. യാതനയുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ അംഗീകരിക്കാനും പറ്റുന്നവർക്ക് വലിയ നേട്ടമുണ്ടാകും. അവരവരുടെ ജീവിതത്തിലെ വേദന ചിലപ്പം അറിഞ്ഞെന്ന് പോലും വരില്ല. അങ്ങനെയുള്ള പല സംഭവങ്ങളും പല വിശുദ്ധരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, യാതനയിൽ ദൈവത്തെ സ്തുതിച്ച ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 16:25 മുതൽ വായിക്കുമ്പോൾ, പൗലോസും സീലാസും ഒരു പാപം ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് പോലും ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിൽ വാസം നമുക്കറിയാമല്ലോ, വീട്ടിൽ താമസിക്കുന്ന പോലെയല്ല. അത്രയും യാതന അവരനുഭവിച്ചപ്പോൾ രണ്ടുപേരും അർദ്ധരാത്രിയിൽ ഉണർന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവം അവർക്കായിട്ട് അത്ഭുതം പ്രവർത്തിച്ചു. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ 3 ചെറുപ്പക്കാർ അഗ്നിയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. പാപം ചെയ്യാൻ വിസമ്മതിച്ചതിൻ്റെ പേര് അവർ അഗ്നിയിലൂടെ നടന്നത് കരഞ്ഞു നിരോധിച്ചൊന്നുമല്ല, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. 4ാമതൊരാൾ, ഒരു ദൈവദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇവരെ സംരക്ഷിക്കുന്ന, അവർക്ക് സന്തോഷവും സമാധാനവും പകരുന്ന ഒരു ദൈവദൂതൻ അവരുടെ കൂടെ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് അവരാ വേദന അറിഞ്ഞില്ല, ആ അഗ്നിക്ക് അവരെ തൊടാൻ പോലും പറ്റിയില്ല എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായവും 14-ാം അധ്യായം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു, സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേൽ. എന്തായിരിക്കാം അവനവിടെ കിടന്ന് ചെയ്തത്? അവൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. എന്തായിരുന്നു അതിൻ്റെ ഫലം? അവൻ തന്നെ പറയുന്നുണ്ട്, ദൈവം സിംഹങ്ങളുടെ വായടച്ചു. 7 സിംഹങ്ങൾ 6 ദിവസം അവൻ്റെ കൂടെ കിടന്നു. എന്നിട്ട് അവനെ ഒന്ന് ദ്രോഹിച്ചു പോലുമില്ല. ദാനിയേൽ ചെയ്തതെന്താ? അവനവിടെ കിടന്നുകൊണ്ട് ആ പ്രതികൂല സാഹചര്യത്തിൽ, ആ യാതനയിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവ സാന്നിധ്യം അനുഭവിച്ചു. അവൻ ദൈവഹിതത്തിന് തൻ്റെ ജീവിതം വിട്ടുകൊടുത്തു. തൽഫലമായിട്ട് ദൈവം പ്രവർത്തിച്ച മഹാത്ഭുതം, അതേക്കുറിച്ചാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുക. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഇരുമ്പ് ചങ്ങലയിട്ട് പൂട്ടി സിംഹക്കുഴിയിലേക്ക് എറിയാൻ വേണ്ടി കൊണ്ടുപോവുക. പക്ഷേ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ പോയത്. യാതനയുടെ നടുവിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവനുണ്ടായ ഒരു അനുഭവം വിളിച്ചു പറയുന്നുണ്ട്. ഇതെന്തൊരനുഭവം? ഇരുമ്പ് ചങ്ങല എനിക്ക് പവിഴമാല പോലെ അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ പിന്നെ പരാതി പരിഭവം പറയുമോ? നമ്മൾ യാതനയുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ നമുക്കുണ്ടാകാവുന്ന നേട്ടം വളരെ വലുതാണ്. എന്താണ് സ്തുതിയാരാധന? എപ്പോഴെല്ലാമാണ് അത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, യാതനയുടെ നടുവിലും എന്ത് സംഭവിക്കണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ യാതനകളിലും ദൈവം എപ്പോഴും സ്തുതിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും വേണം. ക്ലേശങ്ങൾ, ദുരിതങ്ങൾ വരുമ്പോൾ ഉടനെ ദൈവത്തെ പഠിക്കുകയാണോ ചെയ്യേണ്ടത്? പരാതി പരിഭവം പറയുകയാണോ ചെയ്യേണ്ടത്? അല്ല എന്ന്. നമ്മുടെ യാതനകളിലും ദൈവം എപ്പോഴും സ്തുതിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും വേണം. എന്തെന്നാൽ അവ, യാതനകൾ, ദൈവത്തിൻ്റെ സിംഹാസനവും എളിമയുടെ അടിസ്ഥാനവുമാണ്. അതിലൂടെ നമുക്ക് എളിമയിൽ വളരാൻ പറ്റും. ദൈവം നമ്മളിൽ വസിക്കുന്ന, ആ ദൈവം നമ്മളിൽ സിംഹാസനം ഉറപ്പിക്കുന്ന ആ ഒരവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതാണ് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഉന്നതരുടെ മുഖമുദ്രയായി മാറിയതാണ് ദൈവസ്തുതി, ദൈവാരാധന. മത്തായി 11:25 മുതൽ വായിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന യേശുവിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലൂക്ക 1:46 മുതൽ വായിക്കുമ്പോൾ മറിയത്തിൻ്റെ സ്തോത്രഗീതം. ഇതുപോലെ ഒരുപാട് വ്യക്തികളുടെ, മോശയുടെ സ്തോത്രഗീതം, സക്കറിയായുടെ സ്തോത്രഗീതം, ഒരുപാട് സ്തോത്രഗീതങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെയൊക്കെ മുഖമുദ്രയായി മാറിയത് ദൈവസ്തുതിയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം സിംഹാസനം ഉറപ്പിക്കും,
അവരെ ദൈവം അനുഗ്രഹിച്ചുയർത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആരെല്ലാം ദൈവത്തെ സ്തുതിക്കണം. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 9 മുതൽ വായിച്ചാൽ അവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. യുവജനങ്ങൾ, വൃദ്ധർ, ശിശുക്കൾ സകലരും ദൈവത്തെ സ്തുതിക്കട്ടെ. സങ്കീർത്തനം 148 വലിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും സാധാരണക്കാരും എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. ആ ലിസ്റ്റിൽ പെടാത്ത ആരുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. അത് ചെയ്താൽ അതിൻ്റേതായ അനുഗ്രഹം നമുക്കുണ്ടാവും. എപ്പോഴെല്ലാം ദൈവത്തെ സ്തുതിക്കണം അതും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ ദൈവസ്തുതി ഉണ്ടാകണം. എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. നന്മ വരുമ്പോൾ മാത്രമല്ല, വേദന വരുമ്പോഴും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്ന്. അവസാനമായിട്ട് എങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം? ചുമ്മാ സ്തുതിച്ചാൽ പോരാ. ക്വാളിറ്റി സ്തുതിപ്പ്, ഗുണമേന്മയുള്ള ദൈവസ്തുതി, അത് ഉയരുമ്പോൾ നമ്മുടെ വേദനകൾ നമ്മൾ അറിഞ്ഞെന്ന് പോലും വരില്ല. യാതനയുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ വേദന അറിയാതെ പോകും. കാരണം പ്രഭാഷകൻ്റെ പുസ്തകം അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കാണാൻ സാധിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, എല്ലാ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുക. അവിടുന്ന് അതിനും ഉപരിയാണ് സർവ്വശക്തിയോടും കൂടെ ദൈവത്തെ പുകഴ്ത്തുക. തളർന്നു പോകരുത്, എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തില്ല. ഇങ്ങനെ സ്തുതിക്കുന്നവർക്ക് ജീവിതത്തിൽ സകലങ്ങൾ ക്ലേശങ്ങൾ വന്നാലും പരാതി പരിഭവം പറയുമോ? ഒരിക്കലും ഇല്ല. ഇനി അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത വരുമോ? വരത്തില്ല. നമ്മൾ ദൈവത്താൽ ഉന്മത്തരാകണം. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മദ്യത്താൽ ഉന്മത്തരായവർ, അവർ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവരെന്നെ അടിച്ചു പക്ഷേ എനിക്ക് വേദനിച്ചില്ല. മദ്യത്തിന് അത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ യേശുക്രിസ്തുവിനാൽ ഉന്മത്തരായ, ആത്മീയ ഉന്മത്തത ബാധിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം യാതനയുടെ നടുവിൽ ആ വേദന അറിയാതെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ അവർക്ക് പറ്റും. സങ്കീർത്തനം 66 1-ാമത്തെ വചനം എടുത്താൽ, ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുക. ആർപ്പ് വിളിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. സന്തോഷത്തോടെ, ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയല്ല, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പ്രതിഫലം വളരെ വലുതായിരിക്കും. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കണമെന്ന് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം കേട്ട് അനുഗ്രഹീതരായവരാണ് നാം. കൂടുതൽ അനുഗ്രഹം ലഭിക്കേണ്ടതിന് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. അതിനു മുന്നോടിയായിട്ട് ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിശബ്ദതയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ചോദിച്ചതെല്ലാം ദൈവം നൽകുന്നു എന്നുള്ള വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങ് നിറവേറ്റി തരികയും ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.